ഇതുപോലെ വളപ്രയോഗമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് കണ്ട് ഇതിനകത്ത് സലാഡ് വെള്ളരിയൊക്കെ ഉണ്ടാവും. കൊച്ചതാണ് കേട്ടോ, അധികം പ്രായമൊന്നുമില്ല. അപ്പം അങ്ങോട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ നട്ടിട്ട് പെട്ടെന്ന് തന്നെ കായ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടോ, കുനുകുനാന്ന് കാ പിടിച്ച് വരുന്നുണ്ടോ, കണ്ടില്ലേ? എല്ലാ മുട്ടിലും ദാണ്ട കായകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം ദാണ്ട ഇവിടം വരെ ആയതേ ഉള്ളൂ, പന്തലിൽ കയറാൻ തുടങ്ങിയതേ ഉള്ളൂ. അവിടെ എല്ലാം കായ വരാൻ തുടങ്ങി. അതുതന്നെ ഇവിടെ എല്ലാം ഇതുണ്ട്. അപ്പോൾ ആ വിദ്യ നമുക്ക് എന്താണെന്ന് നോക്കാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് കുറേ കാലം കൊണ്ട് പറയുന്ന കാര്യമാണ് കുക്കുംബർ കൃഷി ഒന്ന് കാണിക്കണം. അതായത് നമ്മുടെ സലാഡ് വെള്ളരി ഒന്ന് കാണിക്കണമെന്ന്. എസ്പെഷ്യലി ആരാണ്, നമ്മുടെ ഒരു മോളിയാൻറ്റി ഉണ്ട്. മോളിയാൻറ്റി കുറേ കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ കുക്കുംബർ കൃഷി കാണിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് ഒരു കുക്കുംബർ കൃഷിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കൃഷിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സിജി മംഗലാപുരത്ത് നിന്നും ഷുഹൈബ കണ്ണൂർ നിന്നും നമുക്ക് അയച്ചതായ വിത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. കുറേ വിത്തുകളൊക്കെ നമ്മൾ ഷുഹൈബ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഷുഹൈബ അയച്ചു തന്ന 1-2 വിത്തുകളൊക്കെ ഞാൻ നട്ട് പിടിപ്പിച്ചു. അപ്പോൾ പിന്നെയും കുറേ ഇരിപ്പുണ്ട്. പക്ഷേ കുറേശ്ശെ ഇനി കുഴിച്ചിടണം. കുറേ പയറുണ്ട്, പാവലുണ്ട്. ഇത് വെള്ളരി വിത്താണെന്ന് തോന്നുന്നു. അതിനകത്ത് സലാഡ് കുക്കുംബറുണ്ട്, പലതരത്തിലുള്ള വിത്തുകളുണ്ട് കേട്ടോ. തക്കാളിയുണ്ട്. ഇതുപോലെ കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അയച്ചു വന്നപ്പം കുക്കുംബറിൻ്റെ വീഡിയോ കാണിക്കുന്നുകൊണ്ടാണ് ഇപ്പം അത് ഇത് അവരുടെ വിത്ത് എടുത്തത്. അതുപോലെ തന്നെ സിജി അയച്ചു വന്ന വിത്തുകൾ, ഇത് ചതുരപ്പയറിൻ്റെ ഉണ്ട്. അതുപോലെ സലാഡ് കുക്കുംബറുണ്ട്. പിന്നെ ഹരിത വഴുതന എന്ന് പറഞ്ഞിട്ട് കുറച്ച് വഴുതന വിത്തും ഉണ്ട്. അപ്പോൾ സലാഡ് കുക്കുംബർ എങ്ങനെയാണ് പാകുന്നതെന്ന് നോക്കാം. വൃത്തിയായിട്ട് നമ്മൾ മണ്ണൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതായ ഒരു ഗ്രോ ബാഗിനകത്തോട്ട് നമ്മുടെ അട്ടയൊക്കെ ഉണ്ട്, അതിനകത്ത് അട്ടയൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ഇവരെയും കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലാത്തവരാട്ടോ. ഇതിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരോസിൻ, ഇവരെല്ലാം ഒരിടത്താക്കിയിട്ട് കേരോസിൻ തളിച്ചു കൊടുത്താൽ മതി. ഇതിനകത്തോട്ട് ഇതിനകത്ത് ഈ വലിയ ഒരുക്കമൊന്നും വേണ്ട. ഇതിനകത്ത് നമ്മൾ കുമ്മായം ഇടുന്നൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രോ ബാഗിനകത്ത് നട്ട ഗ്രോ ബാഗ് ഒഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് നമുക്ക് ഈ വിത്തുകളങ്ങ് പാകി അങ്ങ് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സീഡിങ് ട്രേക്കകത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. പിന്നെ പ്ലാവലയ്ക്കകത്ത് കുമ്പിൾ കുത്തി അങ്ങനെ വയ്ക്കാം, ചിരട്ടയ്ക്കകത്ത് വയ്ക്കാം. ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും പാകി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഒരു കുറച്ച് വെള്ളം ഡെയിലി കൊണ്ടുവന്ന് രാവിലെയും വൈകുന്നേരവും കൊണ്ടുവന്ന് തളിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇത് പാകുന്ന രീതി. അപ്പം നട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിത്ത് നല്ലതുപോലെ മുളച്ച് വരും. ഉറുമ്പൊന്നും കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടേത് നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട്, കണ്ടോ. കുറേയൊക്കെ ഞാൻ പറിച്ച് നട്ടു. ഇനി അതിനകത്ത് നല്ല ആരോഗ്യമുള്ളത് നമ്മൾ നട്ടതിനകത്ത് തന്നെ അങ്ങ് നിർത്തിയേക്കുക. ചെറുത് നമ്മൾ പറിച്ച് മാറ്റി നടണം. അപ്പോൾ നമ്മൾ ചെറുതിനെ നോക്കി കഴിഞ്ഞാൽ എടുക്കാം. അപ്പോൾ അതിനകത്തൊരു വെണ്ടയ്ക്കയും കൂടെ നിൽപ്പുണ്ട്. എല്ലാവരോടും ഒരുമിച്ച് വളർന്നു വരട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നതിന് അടിക്ക് കുറച്ച് കരിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണാണ് അതിൻ്റെ മേളിൽ ഇട്ടിരിക്കുന്നത്. ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി നമ്മുടെ കയ്യിലിരിക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ അത് ഇടാം. കമ്പോസ്റ്റ് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇടാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ തൈകൾ വെക്കാം. അപ്പം 2 വേണമെന്നുണ്ടെങ്കിൽ 2 വയ്ക്കാം. അപ്പോൾ എൻ്റെ ഇനിയിപ്പോൾ 3 എണ്ണമാണുള്ളത്. 3 ഞാനകത്ത് വയ്ക്കാൻ പോവാണ്. അപ്പം മുകളിലോട്ട് പടർന്നു പോകുന്നതുകൊണ്ട് നമുക്ക് 3 എണ്ണമൊക്കെ വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നമ്മൾ വളം ഇടുന്നതിനനുസരിച്ച്, വളവും മണ്ണും ഇടുന്നതിനനുസരിച്ച് നമുക്ക് ഈ കവറ് തുറന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഫോൾഡ് ചെയ്ത് വെക്കാം അങ്ങനെ. വൈകുന്നേരത്തെ സമയം വേണം നമ്മൾ എന്ത് പച്ചക്കറികളും നടുന്നതും. വൈകുന്നേരം ആയാൽ അവർ കുറച്ചുകൂടെ ഉത്സാഹത്തോടെ നിൽക്കുക. നമ്മൾ രാവിലെയൊക്കെ നടുമ്പോൾ വൈകുന്നേരം വന്ന് നോക്കുമ്പോഴത്തേക്ക് അങ്ങ് വാടി വീണ് പോകും. അതെല്ലാം നിങ്ങൾ രാവിലെ വെക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തണൽ അവർക്ക് കൊടുക്കണം. ഒരു 3 നേരമെങ്കിലും വെള്ളം കൊടുത്താൽ മാത്രമേ അവർ ഒന്ന് ഉഷാറായി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ സമയത്ത് നടാനായിട്ട് ശ്രദ്ധിക്കുക.
ഇവയൊക്കെ ആവുന്ന സമയത്ത് കണ്ട വള്ളി വീശാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ നമ്മൾ കൊണ്ടിട്ട് കൊടുത്താൽ ഇവർ നല്ലതുപോലെ അങ്ങ് വള്ളി വീശി വന്നോളും. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും നമ്മുടെ എല്ലുപൊടിയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട്, ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ ഒരു കയ്യിൽ കൊള്ളുന്നത്, പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇച്ചിരി കൂടുതലാണ്, അതിനകത്തൊരു വെണ്ടയ്ക്കയും കൂടെ നിൽപ്പുണ്ട്, കുറച്ചിട്ട് കൊടുക്കാം. ഇത്രയും കൂടെ ഉണ്ട്. ഇപ്പം തൽക്കാലം അത്രയും വളം മതി. ഇനി നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എന്ത് വളം ഇട്ടാലും നമ്മൾ സ്വല്പം മണ്ണും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താണ്ടല്ലോ, നമ്മളിങ്ങനെ കട്ടിയുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്നങ്ങ് പൊടിഞ്ഞ് ചെടിക്ക് വീണതായ ചെടിക്ക് പെട്ടെന്ന് അതങ്ങ് വളമായിട്ട് അതങ്ങ് മാറ്റിയെടുത്തോളും. ഒരു കുഞ്ഞതും കൂടെ അവിടെ നിൽപ്പുണ്ട്, അതവിടെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇനി നമുക്കിതിന് ഒരു വള്ളി കെട്ടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓട്ടും കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു കയറും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കയറ് കെട്ടി നമ്മുടെ പന്തലിലോട്ടങ്ങ് കെട്ടിക്കൊടുക്കണം. ഇതൊക്കെ ആദ്യം മുതൽ കാണുന്നവർക്കൊക്കെ അറിയാം. ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിന് പന്തലിലോട്ട് കെട്ടിക്കൊടുക്കും. പിന്നെ അതിനകത്ത് ഈ കയറാകുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് ആ വള്ളി പടർന്ന് അങ്ങ് കയറിക്കോളും. ഇത് നമ്മൾ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ പന്തലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ച് കെട്ടിക്കൊടുത്താൽ മതി. അപ്പം കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെണ്ടയ്ക്ക പറിച്ച് മാറ്റാനൊരു വിഷമം കൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവരൊക്കെ അങ്ങ് മുകളിലോട്ട് പടർന്നു കയറി പോകുമല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് നിൽക്കട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് ഈ വെണ്ടയ്ക്കയും കൂടെ. അപ്പോൾ ഇനി കുറച്ചുകൂടെ വളരുമ്പോൾ നമ്മൾ കുറേ കൂടെ വളം ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റൊക്കെ അരച്ച് കലക്കി കൊണ്ടുവന്ന് ഒഴിക്കാം. അപ്പം ഇത് കുറേ കൂടെ നല്ലതുപോലെ ആരോഗ്യത്തോടെ നമ്മുടെ പന്തലിലോട്ട് അങ്ങ് കയറും. അന്നേരം നമ്മുടെ കയ്യിലുള്ളതായ ഏതെങ്കിലുമൊക്കെ വളങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കാം. കുക്കുംബറിന് കവറൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ്, കണ്ടോ, ഇത്ര ആയിട്ടേ ഉള്ളൂ. അപ്പം ഈ പ്രായത്തിലേ നമ്മൾ കവറൊക്കെ ഇട്ട് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ കായ്ച്ചകൾ വന്നിട്ട് കൊത്തി അതങ്ങ് നശിപ്പിച്ച് കളയും. അതിനാണ് ഈ ഇങ്ങനെ മേലോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് കെട്ടി വെച്ചേക്കുക. ഇപ്പോൾ ഷുഹൈബ അയച്ചു തന്നതായ പീച്ചിലാണ്. പീച്ചിലും നല്ല ആരോഗ്യത്തോടെ വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ വള്ളിയൊക്കെ വീശി ഇനി പന്തലിലോട്ടൊക്കെ കയറാനുള്ള പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ പന്തലിലോട്ട് നമ്മൾ കെട്ടിക്കൊടുക്കണം. അപ്പം നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ പീച്ചിലിനകത്ത് പിടിക്കും. ഇപ്പം ഷുഹൈബയുടെ വീട്ടിൽ ഇഷ്ടം പോലെ പീച്ചിങ്ങാണ് പിടിച്ച് കിടക്കുന്നതായ വീഡിയോ ഒക്കെ നമ്മളെ കാണിച്ചത്. അപ്പം നല്ലതുപോലെ ഇത് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ എന്ത് നമ്മൾ നട്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതിന് വേണ്ടുന്ന കെയർ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്നൊക്കെ കാ പിടിക്കാനും അത് നല്ല ആരോഗ്യത്തോടെ കിട്ടാനും ഒക്കെ സാധിക്കുകയുള്ളൂ അല്ലേ. ഇപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഓരോ അസുഖങ്ങൾ വരാനുള്ളതൊക്കെ വരും. ഇപ്പം അസുഖങ്ങൾ ഒഴിഞ്ഞ മനുഷ്യനില്ല അല്ലേ. അപ്പം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാണും. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കൊടുക്കും. അപ്പോൾ അവർ കുറച്ച് നാളൊന്ന് ഭേദപ്പെട്ട് നീക്കും. പിന്നെയും അതേപോലെ എന്തെങ്കിലുമൊക്കെ കിടങ്ങളൊക്കെ കയറി വരും. അങ്ങനെ അസുഖങ്ങളൊക്കെ ഇങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കും. എന്നാലും നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല, നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം കുറച്ച് പേർക്കൊക്കെ സക്സസ് ആവും, ചിലർക്ക് ചിലപ്പം ഫെയിലായെന്ന് വരും. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കാതെ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇനി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചാണകമാണ് ഇതിനകത്ത് കലക്കി ഒഴിക്കാൻ പോകുന്നത്. അപ്പം ചാണകം നല്ലൊരു വളമാണ്. പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല ആരോഗ്യത്തോടെ തഴച്ച് വളരാനായിട്ട് ചാണകം വളരെയധികം പ്രയോജനപ്പെടും. ഇപ്പോൾ ഈ ചാണകം ഇതേപോലൊന്നും ഇടാതെ നമ്മളൊന്ന് കലക്കിയിട്ടാണ് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതിനൊന്നും മാത്രമല്ല, എല്ലാ ചെടികൾക്കും ഈ ചാണകം നമ്മൾ കലക്കി ഒഴിച്ചാൽ നല്ലതാണ്. അപ്പം ചാണകം നമ്മൾ കൊണ്ടുവന്നിട്ട് വെയിലത്തിട്ട് ഉണക്കാതെ നമ്മളൊരു കുഴിയിൽ എവിടെയെങ്കിലും അങ്ങ് ഇട്ടിരിക്കുക, മണ്ണുമായിട്ട് ഡയറക്റ്റ് കിടക്കത്തക്ക രീതിയിൽ അങ്ങ് ഇട്ടിരുന്നാൽ അത് അവിടെ കിടന്ന് അങ്ങ് പൊടിഞ്ഞോളും എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഷീറ്റോ എന്തെങ്കിലും ഇട്ട് മറച്ചിട്ടിരുന്നാൽ അത് അവിടെ കിടന്ന് അങ്ങ് പൊടിഞ്ഞ് അങ്ങ് കിട്ടിക്കോളും. അതാണ് നമ്മുടെ കൃഷികൾക്ക് പറ്റിയ ചാണകം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് ചാണകപ്പൊടി എന്നും പറഞ്ഞ് കൊണ്ടിട്ടാൽ അതിന് യാതൊരു ഗുണമില്ല എന്നാണ് സത്യം. അപ്പം ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ചാണകം എടുത്ത് ഒരു കൊച്ചു ബക്കറ്റിനകത്ത് ഇട്ടിട്ട് അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് കലക്കണം.
ഈ ചാണകം നല്ലതുപോലെ അങ്ങ് കലങ്ങണം. ഇപ്പോൾ നിങ്ങൾക്ക് പച്ച ചാണകം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള ചാണകപ്പൊടി എടുത്താലും മതി. ഇത് കണ്ടില്ലേ, നമ്മുടെ വാളരിയാണിത്. വാളരി എന്ന് വെച്ചാൽ ചുമന്ന അരിയുള്ള വാളരി നമുക്ക് വിഷ്ണു അയച്ചു തന്നെയാണ്. വിഷ്ണുവിനെ എനിക്ക് ഇത് ഫോൺ നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വിളിക്കാനൊന്നും പറ്റിയില്ല. നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. ഒരു 10-11 വിത്തുകളുണ്ടായിരുന്നു. നമുക്കിത് ഓരോന്നിൻ്റെയും ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആഴ്ചതോറും നമ്മളിത് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നമ്മുടെ കുക്കുംബറൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. അതിൻ്റെ ചുവട്ടിൽ ഓടുണ്ട്, കണ്ടോ? ഓടെന്തിനാണെന്നറിയാമല്ലോ, ഇതൊരു കയറ് കെട്ടി കൊടുത്തിട്ട് മേലോട്ട് പന്തലിലോട്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അതിനകത്താണ് ഇത് കയറിപ്പോകുന്നത്, കണ്ടോ? പണ്ടേ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ അത് പന്തലിലോട്ടങ്ങ് കയറി അങ്ങ് പൊക്കോളും. ഈ കയറാകുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് ഇതിൻ്റെ വള്ളികളൊക്കെ അള്ളിപ്പിടിച്ച് കയറി അങ്ങ് പൊക്കോളും പ്ലാസ്റ്റിക്കിനേക്കാളും. എന്ന് വെച്ചാൽ രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കുറേ കൂടെ നല്ലതാണ്. അപ്പോൾ അതിനകത്ത് കണ്ടോ, നമ്മൾ ഈ വളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഒക്കെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരാഴ്ച നമ്മൾ ചാണകം ഇത് സ്ലറി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത ആഴ്ച കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ട് അതൊഴിക്കാം. പിന്നെ കിച്ചണിലെ വേസ്റ്റ് അരച്ച് കലക്കി അതൊഴിക്കാം. അങ്ങനെ മാറി മാറി നമ്മൾ ഓരോന്ന് കൊടുത്താൽ നമ്മുടെ കുക്കുംബർ ആയാലും ഏത് പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ തഴച്ച് കയറി വരും. അതിനനുസരിച്ച് ഇഷ്ടം പോലെ കായ്കളും ഉണ്ടാകും. അപ്പോൾ ഞാനിതിനകത്ത് 4 ഗ്രോ ബാഗിനകത്ത് മാത്രമേ നട്ടിട്ടുള്ളൂ. 4 നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. നമ്മൾ ഈ വളം ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ചാണക സ്ലറി ഒഴിച്ചെങ്കിൽ അടുത്ത ആഴ്ച കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇവർ നല്ല തഴപ്പോടെ അങ്ങ് വളർന്നു വരും. ഇതിപ്പം കണ്ടില്ല, എന്താണ്ട് ഈ അടിഭാഗം മുതൽ കണ്ടില്ല ഈ പൂവും കായും ഒക്കെ വരുന്നത്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ പറയാറുണ്ട് ഈ പന്തലിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെയൊക്കെ പൂ വരുവാണെന്നുണ്ടെങ്കിൽ പൂ കട്ട് ചെയ്ത് മാറ്റണം, നുള്ളിക്കളയണമെന്നൊക്കെ. പക്ഷേ ഞാൻ ഒന്നിൻ്റെ അങ്ങനെ നുള്ളിക്കളയാറില്ല. ഇതിപ്പം കണ്ടില്ലേ, എന്താണ്ട് ഈ താഴെ മുതൽ നോക്കിയേ നിൽക്കുന്നുണ്ടോ, താഴെ മുതലേ നമുക്ക് കായകളാണ്, കണ്ടോ? ഇതിപ്പോൾ നമുക്കിതിൻ്റെ വിത്ത് തന്നത് ഷുഹൈബയാണ്. ഷുഹൈബ വിത്തുകൾ തന്നത് നല്ല വിത്തുകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് പെട്ടെന്ന് കായകളൊക്കെ പിടിച്ചത്. പിന്നെ നമ്മുടെ പരിചരണം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ഉഷാറായി. അപ്പം നമ്മുടെ ഷുഹൈബയ്ക്ക് നല്ലൊരു ബിഗ് താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. ഷുഹൈബയ്ക്ക് ഒരു ചാനലൊക്കെ ഉണ്ട് കേട്ടോ, ബിസി മോം എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ അവിടെയും കൂടെ പോയി ഒന്ന് കാണുക സമയമുള്ളവരൊക്കെ. അപ്പോൾ പുള്ളിക്കാരത്തി നല്ല പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു ചാനലാണ് കേട്ടോ, അധികം ഇതൊന്നും ആയിട്ടില്ല. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ കണ്ടില്ലേ പൂക്കൾ വരുന്നത് എല്ലായിടത്തും. എത്ര ഇത് കാളം പിടിച്ചിരിക്കുന്നത് നോക്കി, 1 2 3 4 ഇങ്ങനെ പിടിച്ച് വരാം. മേലോട്ട് നിൽപ്പുണ്ട്. ഇതാണ്ട് ഇവിടെ എല്ലാം പിടിച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങനത്തെ എല്ലാം പൂക്കളൊക്കെ ഉണ്ട്. അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓരോ വള്ളിയിലും കണ്ടില്ലേ കാകൾ വരുന്നത്. അപ്പോൾ എൻ്റെ ഇങ്ങനെ ഡയറക്റ്റ് വെയിൽ തട്ടുന്നിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതിന് അത്യാവശ്യം വെയിലൊക്കെ വേണം, എങ്കിൽ മാത്രമേ നല്ല പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ നിങ്ങൾ രാവിലെയും വൈകുന്നേരമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, മാറി മാറി എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ നമുക്ക് ഇതിനകത്തുനിന്ന് കുക്കുംബറൊക്കെ പിച്ചാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ കുക്കുംബറിൻ്റെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ തക്കാളി വെച്ചിട്ട് ഒരു സോസൊക്കെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു അല്ലേ, നല്ല അടിപൊളി ടേസ്റ്റായ ഒരു സോസായിരുന്നു അത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ആ സോസൊക്കെ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണണം, തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ നട്ടുപിടിപ്പിച്ചതായ ഈ തക്കാളിയൊക്കെ വെച്ചിട്ട് ഒരു സോസൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴല്ലോ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ കുക്കുംബറും നിങ്ങൾ ഇതേപോലെ ഒന്ന് നട്ടുപിടിപ്പിക്കുക. അപ്പം ഞാൻ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ നട്ടുപിടിപ്പിക്കാനൊക്കെ പറ്റിയ നല്ല സമയമാണ്. തീർച്ചയായിട്ടും ഇതേപോലെ നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ സലാഡ് വെള്ളരിയൊക്കെ നമുക്ക് പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ അതുപോലെ ഷെയർ ചെയ്യുക. ഇനിയും കൃഷി ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യട്ടെ. അങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി പിന്നെ വിത്തുകളൊക്കെ വേണ്ടിയവർ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ വന്നാൽ വിത്തുകളൊക്കെ അവൈലബിൾ ആണ്. കുറച്ചൊക്കെ വിത്തുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ നിങ്ങൾക്ക് അവിടെയും എൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.